യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ടിങ് ടിങ് ടിങ്. ട്രെയിൻ നെയിം വിത്ത് ലവ് സ്നേഹ സുനിൽകുമാർ കുരിശുമലയിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ്. എത്രയും വേഗം യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരേണ്ടതാണ്. ഹലോ ചങ്ങായിമാരെ, നമുക്ക് കുരിശുമല വരെ പോയിട്ട് വന്നാലോ? യാത്രയ്ക്കിടെ ആ ലൈറ്റൊക്കെ മിന്നി മിന്നി മറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ. അത് വെള്ളനാട് ഡിപ്പോയിലുള്ള ബസ്സാണ്. പപ്പയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ പ്രത്യേക ഒരു ഉഷാറാണ്. ഞങ്ങൾ കുരിശുമല എത്തി. 5 മണിക്ക് നടക്കാൻ കയറി. അമ്മയ്ക്ക് വയ്യാത്തതുണ്ട്, അമ്മ വരണില്ല, അതുകൊണ്ട് ഞങ്ങളും മടിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ആ കയറിയതുപോലെ കുറച്ച് മാത്രമേ നടന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി. അതുവഴി ഒത്തിരി ടോയ്സ്, പിന്നെ കുറേ മുട്ടായി കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മലയാണ് കേട്ടോ. ഇത് കുരിശുമലയല്ല, അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നിറയെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദേ അങ്ങ് ദൂരെ കണ്ട കുറേ വെള്ളവെട്ടങ്ങൾ. അത് രാത്രി സമയം പോയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ നടക്കേണ്ട സ്ഥലം കേട്ടോ. അങ്ങ് അറ്റം എത്തിക്കഴിയുമ്പോൾ കുരിശുമല എത്തും. ഇത് ഞങ്ങൾ വെറുതെ നടക്കുന്നില്ല എന്നും പറഞ്ഞ് ഇരുന്ന് മേളിൽ കയറി ഇരുന്ന് വെറുതെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ. ഇത് അവിടെയുള്ള ഫുൾ മലകളും നല്ല ഓരോ 5 മണിയോട്ട് സമയം മാറുന്നത് മൊത്തം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് 3 മണിക്ക് യാത്ര തിരിച്ചതാണ്. പിന്നെ മഞ്ഞ് വരുന്നു, ഇത്തിരി നേരം വെളുക്കുന്നു, അങ്ങനെ ഓരോ സ്റ്റെപ്പും അവിടെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റി. അങ്ങനെ സൂര്യൻ വരുന്നത് വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ കുറേ ഫോട്ടോ എടുത്തു. അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ പോസ് ചെയ്യുക അങ്ങനെ പോസ് ചെയ്യുന്നതിന് അമ്മയ്ക്ക് പിന്നെ മടുത്തു. പിന്നെ അവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ പിന്നെ മൊത്തം ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. അങ്ങനെ ബോറടിച്ച് അങ്ങനെ ഫോൺ നോക്കി ഇരുന്നിരുന്ന് സൂര്യൻ വരെ വന്നു. എന്നിട്ട് പിന്നെ തീരുമാനിച്ചു എന്തായാലും കുരിശുമല കയറിയിട്ട് തന്നെ കാര്യമെന്ന്. അങ്ങനെ കയറാൻ പോയി. ഉറപ്പായി ഞാനും പപ്പയും കൂടെ കയറി. അങ്ങനെ കുറേ കാഴ്ചകൾ അവിടെയും വളരെ മനോഹരമായിട്ടുണ്ട്. അങ്ങ് മേലിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ നദികളൊക്കെ കാണാൻ കേട്ടോ. ഇതിങ്ങനെ കുരിശിൻ്റെ വഴി പോലെയാണ് കേട്ടോ. 14 കുരിശിൻ്റെ വഴിയുണ്ട്. അങ്ങനെ ഒരു 12ഒക്കെ എത്തുമ്പോൾ റോപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ വലിഞ്ഞ് കയറാം. ഇവിടെ അവസാനം ഞങ്ങളിങ്ങ് എത്തുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഒരു കുരിശുണ്ട്, അവിടെ കുറച്ച് പ്രാർത്ഥനയുണ്ട്, ഇങ്ങനെ പൊരിയൊക്കെ കിട്ടും. അങ്ങനെ പിന്നെ ഇറങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്തുവാ, അവിടുന്ന് നേർച്ച പായസമൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങി. താഴെയും മേടിക്കാൻ കിട്ടും, പക്ഷേ മകളിൽ ചെന്നിട്ട് മേടിക്കുന്ന ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കേട്ടോ. കയറുന്ന വഴിക്ക് ഇറങ്ങുന്ന വഴിക്ക് പ്രത്യേക കാഴ്ച ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു പള്ളിയിലുള്ളവർ ഒരു ഗ്രൂപ്പായിട്ട് കുരിശും ചുമന്നുകൊണ്ട് കയറിൽ കെട്ടി ഇങ്ങനെ മേളിൽ കെട്ടുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയതിന് ശേഷം ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. കയറാൻ കുഴപ്പമില്ലായിരുന്നു, ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പാട്. എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ പപ്പ എന്നെ ഹെൽപ്പ് ചെയ്ത് ഫുള്ളും പപ്പിൻ്റെ കൈയും പിടിച്ച് നടന്ന് ഫുള്ള് ഇങ്ങനെ ഇറങ്ങി. പിന്നെ അവിടെ ബെല്ലടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. വെയിലായതുകൊണ്ട് എൻ്റെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല, അല്ലാതെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ചെന്ന് ബെല്ലൊക്കെ അടിച്ചു, പപ്പയും കൂടെ. മലേൻ്റെ ഇടയിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ. പിന്നെ തിരിച്ച് വരുന്ന വഴിയിലുള്ള ഒരു പാറക്കൂട്ടമാണിത്, അതും കണ്ടു. ഇത് നെയ്യാർ ഡാമാണ്. തിരിച്ച് വരുന്ന വഴിയിൽ കണ്ടതാ. ആദ്യം ഇച്ചിരി ഒരു ലൈറ്റൊക്കെ ഇട്ടൊരു വെള്ളം കണ്ടായിരുന്നോ, അതെന്തുവാ, അത് അരുവിക്കര ഡാമാണേ. അങ്ങനെ പറഞ്ഞ വഴിക്ക് 2 ഡാമും കണ്ട് ഞങ്ങൾ ഹാപ്പിയായി വീടെത്തി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇത് രാത്രി സമയം കുരിശുമലയുടെ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. നക്ഷത്രഭൂമല പോലെ ഉണ്ടല്ലേ, എനിക്ക് ആഷിക്കായിട്ട് എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, തിരിച്ചു പോന്നു.